ഇനി ഈ മോഡ്യൂളിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ബെൻഡിങ്. ഇതിൽ ഈ ഡെറിവേഷനും അതിൻ്റെ ഒന്ന് രണ്ട് പ്രോബ്ലം ഒന്ന് ശരിക്ക് തറവായിട്ട് പഠിച്ചു വെക്കാം. ഇപ്പോൾ ഡെറിവേഷൻ നമ്മൾ ചെയ്യുന്നത് ഒരു സിമ്പിൾ സപ്പോർട്ടഡ് ബീമിൻ്റെ ഒരു എലമെൻ്റ് ലെങ്ത് മാത്രം എടുത്തിട്ട് അതിലാണ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രെയിൻ എനർജിയുടെ ജനറൽ ഇക്വേഷൻ അറിയാം അല്ലേ? എന്താണ് ജനറൽ ഇക്വേഷൻ? നോർമൽ സ്ട്രെസ് ആണെങ്കിൽ സിഗ്മ സ്ക്വയർ ബൈ 2E ഇൻറ്റു വോളിയമാണ് അതിൻ്റെ സ്ട്രെയിൻ എനർജി ഇക്വേഷൻ. സിഗ്മ സ്ക്വയർ ഇൻറ്റു V ബൈ 2E, വേർ V is the volume and sigma is the normal stress, etc. അറിയാലോ. ഇവിടെ ഈ ബെൻഡിങ് സ്ട്രെസ് ആണെങ്കിലും നമ്മൾ അതിൻ്റെ ആദ്യത്തെ ഡെഫിനേഷനിൽ പറഞ്ഞത് ഈ ബെൻഡിങ് സ്ട്രെസ് കൊണ്ട് നോർമൽ സ്ട്രെസ് തന്നെയാണ് ലെയറിൽ ഉണ്ടാവുന്നത് അല്ലേ? ഓരോ ലെയർ എടുക്കുമ്പോഴും ഈ ബെൻഡിങ് കൊണ്ട് ഇതിങ്ങനെ ബെൻഡ് ആവുമ്പോൾ ഈ ലെയറിൽ ഒരു നോർമൽ സ്ട്രെസ് ആണ് ആക്ട് ചെയ്യപ്പെടുന്നത്. പക്ഷെ അത് ബെൻഡിങ് കൊണ്ടായതുകൊണ്ട് നമ്മൾ അതിന്റെ പേര് F എന്ന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു നോർമൽ സ്ട്രെസ് ആണ് ആ ലെയറിനെ സംബന്ധിച്ചിടത്തോളം. ആ ലെയറിലേക്ക് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആക്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് F² എന്നുള്ള ടേം ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിച്ച ടേം തന്നെ ഉപയോഗിക്കാം. ഇതന്നെ ഉപയോഗിക്കണമെന്നില്ല. സോ F² ബൈ E ഇൻറ്റു വോളിയം. അപ്പൊ ഇവിടെ വി ആർ ടേക്കിംഗ് ആൻ എലമെന്റൽ സ്ട്രിപ്പ് ഓഫ് ലെങ്ത് dx at a distance y from the neutral axis, and the depth of the elemental strip is dy, and consider the width of the elemental strip is b. അങ്ങനെയാണെങ്കിൽ ഈ എലമെന്റൽ സ്ട്രിപ്പിന്റെ വോളിയം എന്തായിരിക്കും? dv ഈക്വൽ ടു dx ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഡെപ്ത് dy ഇൻറ്റു ബ്രെഡ്ത്ത് b. സോ ദാറ്റ് ഈസ് വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ദിസ് എലമെന്റൽ സ്ട്രിപ്പ്. അപ്പോൾ ഈ ഇക്വേഷൻ്റെ അകത്ത് ഈ വോളിയത്തിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, dx ഇൻറ്റു dy ഇൻറ്റു b. അതേപോലെ നമ്മളുടെ F² എഫ് അല്ലെങ്കിൽ ബെൻഡിങ് സ്ട്രെസ് ഈക്വൽ ടു m/i ഇൻറ്റു y ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ m/i ഇൻറ്റു y ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് എൻ ഇക്വേഷൻ ലൈക്ക് ദിസ്. സോ ദിസ് ഈസ് ദ സ്ട്രെയിൻ എനർജി ഓവർ ദിസ് സ്ട്രിപ്പ് ഫോർ എ ലെങ്ത് ഓഫ് tx ആൻഡ് എ ബ്രെഡ്ത്ത് b, ഡെപ്ത് dy. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ, ഒരു പർട്ടിക്കുലർ ലൈനിൽ CD അല്ലെങ്കിൽ AB എന്ന ലൈനിൽ ഉണ്ടാവുന്ന CD അല്ലെങ്കിൽ AB എന്ന ലൈനിൽ ഉണ്ടാവുന്ന മൊത്തം സ്ട്രെയിൻ എനർജി നമുക്ക് എങ്ങനെ കിട്ടും? ഇന്റഗ്രേറ്റിംഗ് ഓവർ ദ y, dy വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റിംഗ് ഓവർ y dy. സോ സ്ട്രെയിൻ എനർജി ഓവർ ദ എൻറ്റയർ ലെങ്ത് dx വിൽ ബി ഇന്റഗ്രേറ്റിംഗ് ഓവർ ദ y. ഇന്റഗ്രേറ്റ് ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് m² ബൈ 2E² ഇൻറ്റു dx ഇന്റഗ്രൽ b dy ഇൻറ്റു y². Again rearranging, we will be getting m² by 2E² into dx into ay². ay² എന്ന് പറയുന്നത് എന്താ? ഏരിയ ഇൻറ്റു മൊമെന്റ് ഇൻറ്റു മൊമെന്റ്, അല്ലെങ്കിൽ ഡബിൾ മൊമെന്റ് ഓഫ് ദ ഏരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് I. സോ വിൽ ബി ഗെറ്റിംഗ് m² by 2EI into dx. അത് dx എന്ന ലെങ്ത്തിൽ ഇത്രയും കിട്ടി. അങ്ങനെയാണെങ്കിൽ മൊത്തം ലെങ്ത്തിൽ എന്ത് കിട്ടും? ഇതിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുക ഓവർ ദ ലെങ്ത് 0 to L. സോ ഇത്ര മാത്രം നിങ്ങൾ നോക്കുക. സോ ദിസ് വിൽ ബി സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to L m² by 2EI into dx. ദാറ്റ് ഇസ് ദ സ്ട്രെയിൻ എനർജി ഓഫ് ദ ബീം അല്ലേ? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് വേരിങ്. നമുക്ക് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കണം ഫ്രം 0 to ലെങ്ത്. എത്രയാണെങ്കിൽ ലെങ്ത് A ആവാം, B ആവാം, അല്ലെങ്കിൽ L ആവാം, എങ്ങനെയായാലും. സോ ഫൈനൽ സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു എൻറ്റയർ ബീം ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ. ഈ ഇക്വേഷനാണ് പഠിച്ചു വെക്കേണ്ടത്. ഇന്റഗ്രൽ m² by 2EI into dx. ഇത്രയും പോർഷൻ നോക്കണ്ട, കാരണം നമുക്കത് ഇവിടെ ഇമ്പോർട്ടന്റ് ഇല്ല. ഇത്ര മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. m² by 2EI into dx. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സ്ട്രെയിൻ എനർജി ഓഫ് ദ സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ബെൻഡിങ് സ്ട്രെസ്സസ്. ഇനി ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ L is loaded with a point load at A from the left end. റൈറ്റ് എൻഡിലെ ഡിസ്റ്റൻസ് B ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ സ്ട്രെയിൻ എനർജി എന്താ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബെൻഡിങ് മൊമെന്റ് അറിയാൻ പറ്റും. എങ്ങനെ കാണാൻ പറ്റും? ഈ പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ RAയും RB ഒക്കെ എടുത്ത് വെച്ച് കണ്ടുപിടിക്കാം. ഇതൊക്കെ നമ്മൾ ചെയ്താണ്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് AC എന്ന പോർഷനിൽ വരുന്ന സ്ട്രെയിൻ എനർജി എത്രയാണോ അത് കണ്ടുപിടിക്കുന്നു. BC എന്ന പോർഷനിൽ വരുന്ന സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കുന്നു. രണ്ടും ടോട്ടൽ ആഡ് ചെയ്താൽ ടോട്ടൽ സ്ട്രെയിൻ എനർജി ഓവർ ദ എൻറ്റയർ ബീം ലെങ്ത് കിട്ടും അല്ലേ? അപ്പോൾ അതിന് RA RBയും കിട്ടി. ഇനി നമുക്ക് AC എന്ന പോർഷൻ മാത്രം എടുക്കുന്നു, അവിടുത്തെ സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കുന്നു.
അപ്പോൾ എ സി എന്ന പോർഷൻ മാത്രം എടുക്കുമ്പോൾ നമുക്ക് സിയിലെ ബെൻഡിങ് മൊമെന്റ് കിട്ടും. എങ്ങനെ? എം ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബി ബൈ എൽ ഇൻറ്റു എക്സ്, വേർ ആർ എ ഇസ് ദ ഡബ്ല്യു ബി ബൈ എൽ. സോ മൊമെന്റ് അറ്റ് എനി സെക്ഷൻ എക്സ് എക്സ് വിൽ ബി ആർ എ ഇൻറ്റു എക്സ്, ദാറ്റ് ഇസ് ഡബ്ല്യു ബി ബൈ എൽ ഇൻറ്റു എക്സ്. എക്സ് എങ്ങനെ വേരി ചെയ്യുന്നു? ഫ്രം 0 ടു എ വരെയാണ് വേരി ചെയ്യുന്നത്. ഇനി ഇവിടേക്ക് വരാം, സ്ട്രെയിൻ എനർജിന്റെ ഇക്വേഷനിലേക്ക് പോവാം. അപ്പോൾ എം സ്ക്വയർ ബൈ 2a ഇൻറ്റു ഡി എക്സ്, എം സ്ക്വയറിന്റെ ഇക്വേഷൻ എഴുതി, ആൻഡ് ദാറ്റ് എക്സ് ഈസ് വേരിങ് ഫ്രം 0 ടു എ. അപ്പോൾ ഒരു വാല്യൂ കിട്ടി. ഇതേപോലെ കൺസിഡർ സെക്ഷൻ എക്സ് എക്സ് ഇൻ ബിറ്റ്വീൻ ബി ആൻഡ് സി അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ എൻഡ് ബി. ഈ ബിയിൽ നിന്ന് ഇങ്ങോട്ടൊരു സെക്ഷൻ എടുത്തു. അപ്പോൾ ഇവിടുത്തെ മൊമെന്റ് എന്തായിരിക്കും? റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്താൽ ഡബ്ല്യു എ ബൈ എൽ ഇൻറ്റു എക്സ്, ദാറ്റ് ഇസ് ആർ ബി ഇൻറ്റു എക്സ്. സോ വിൽ ബി ഗെറ്റിംഗ് ദിസ് ഇസ് ഈക്വൽ ടു ആർ ബി ഇൻഡെക്സ്, ദാറ്റ് ഇസ് എ ബൈ എക്സ്. ഇനി ഈ മൊമെന്റ് വേരി ചെയ്യുന്നത് എങ്ങനെയാ? എക്സ് 0 മുതൽ ബി വരെയാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ അതാ ഇക്വേഷനിലെ മൊമെന്റ് വിൽ ബി വേരിങ് ഫ്രം 0 ടു ബി. So strain energy on the portion BC will be integral from 0 to B of this equation. Or solve it, will be getting like this. So total strain energy of the entire beam will be strain energy from A to C plus strain energy from B to C. And we solve it, will be getting WS square B square by 6EIL എന്ന് കിട്ടും. So that is the solution for such a problem. ഇനി ഇവിടെ പോയിന്റ് ലോഡിന് പകരം UDL ആണ് തന്നെങ്കിലോ? UDL ഒരേ ഇന്റൻസിറ്റി എല്ലാ സ്ഥലത്തും ഒരേപോലെ പോവാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ 2 സെക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ഡയറക്റ്റ് ഇക്വേഷനിൽ 0 ടു എൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം നോക്കാം. സിമ്പിൾ സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ 4 മീറ്റർ, UDL 6 kN/m. ഫൈൻഡ് ഔട്ട് സ്ട്രെയിൻ എനർജി. അപ്പോൾ അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ്റെ അകത്ത് ആദ്യം ആർ എ ആർ ബി കണ്ടുപിടിക്കുന്നു. ആർ എ ആർ ബി കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഈ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനാണ് ആർ എ ആർ ബി കണ്ടുപിടിക്കുന്നത്. സോ ഹിയർ ദേ ആർ ടേക്കൺ സെക്ഷൻ ഫ്രം ദ റൈറ്റ് എൻഡ്. അങ്ങനെ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ലെഫ്റ്റ് എൻഡ് എടുക്കാം. കാരണം ഇവിടെ രണ്ടും WL/2 ആണ്. എനി ഡയറക്ഷൻ എടുത്താൽ വിൽ ബി ഗെറ്റിംഗ് എൻ ഇക്വേഷൻ ഫോർ മൊമെന്റ് വിൽ ബി ലൈക്ക് ദിസ് ഓൺലി, 12x - 3x² kN/m. അതിൽ 0 ടു എൽ വേരിങ് ഫ്രം 0 ടു എൽ ആണ്. എല്ലിന്റെ ലെങ്ത് എത്രയാണ്? ഇറ്റ് ഇസ് ഗിവൺ അസ് 4 മീറ്റർ. സോ 4 മീറ്റർ ലെങ്ത്തിൽ 0 ടു എൽ വേരി ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വിൽ ബി ഗെറ്റിംഗ് ഫൈനലി 50.79 ന്യൂട്ടൺ മീറ്റർ. എനർജിയാണ്, അതുകൊണ്ടാണ് ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ എന്ന വാല്യൂ ഉപയോഗിക്കുന്നത്, യൂണിറ്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ UDL ആയതുകൊണ്ട് നമുക്ക് ഒരൊറ്റ ഇക്വേഷൻ മതി. കാരണം ഇൻ ബിറ്റ്വീനിൽ വേറെ പോയിന്റ് ഒന്നും പ്രത്യേകിച്ചില്ല, മാറുന്നില്ല. അതേപോലെ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റി. നേരത്തെ ക്വസ്റ്റ്യനിൽ ഒരു പോയിന്റ് ലോഡ് ആയതുകൊണ്ട് 2 സെറ്റ് എടുക്കേണ്ടി വന്നു. ഇതേപോലെ ബീമിൽ 2-3 പോയിന്റ് ലോഡും 2-3 ലോഡിംഗ് കണ്ടീഷനും ആണെങ്കിൽ യു ഹാവ് ടു ടേക്ക് ഈച്ച് സെക്ഷൻ ആൻഡ് ആ ഓരോ സെക്ഷനിലും എങ്ങനെയാണ് ലോഡ് വേരി ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള മൊമെന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ബെൻഡിങ് മൊമെന്റ്. ഈ ഒരു പോർഷൻസും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ജസ്റ്റ് ഫോർമുല ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഈ ഒരു കോൺസെപ്റ്റ് ശരിയായിരിക്കണം. പോയിന്റ് ലോഡ് ആണെങ്കിൽ നമ്മൾ അത്രയും സെക്ഷൻസ് എടുക്കണം. ത്രൂ ഔട്ട് ദ ബീമിൽ ഒരേ UDL ആണെങ്കിൽ നമുക്ക് ഒറ്റ ഇക്വേഷൻ മതി. ഇനി ഇത് UDL ഒരേപോലെ അല്ല, പല പല കഷ്ണങ്ങളാണെങ്കിലോ അവിടെയും ഈച്ച് സെക്ഷൻ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ സ്ട്രെയിൻ എനർജി കൺസിഡറിങ് ഈച്ച് ബ്ലോക്ക് അല്ലെങ്കിൽ ഈച്ച് സെക്ഷൻ. Okay, so by that this topic is also over.